ആഗോള ഇസ്ലാമിന്റെ കേന്ദ്രമായ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഒരു തീവ്രവാദി സംഘടനയും പിന്തുണച്ച് പ്രകടനം നടത്താനോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനോ പോലും സാധിക്കില്ല. എന്തിന് പലസ്തീൻ പതാകയുമായി തെരുവിലിറങ്ങാനും കഴിയില്ല. ഇസ്ലാമിക രാജ്യമായ UAEയുടെ ഭാഗമായ അബുദാബിയിൽ പലസ്തീൻ പതാകയുടെ പടമുള്ള ടീഷർട്ട് ധരിച്ച് വിമാനയാത്രയ്ക്കെത്തിയ മുസ്ലിമായ മാധ്യമപ്രവർത്തകയെ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല. ബ്രിട്ടീഷ് പൗരത്വമുള്ള കായിക ലേഖിക ലേഖ അഹമ്മദിനെയാണ് അബുദാബിയിൽ നിന്ന് എത്തിഹാദ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാതിരുന്നത്. പലസ്തീൻ എന്ന വാക്ക് മാറ്റാനോ മറയ്ക്കാനോ വിമാനത്താവളം അധികൃതർ ആവശ്യപ്പെട്ടു. യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധമെന്ന നിലയിൽ താൻ എല്ലായ്പ്പോഴും പലസ്തീൻ ടീഷർട്ടുകൾ ധരിക്കാറുണ്ടെന്ന് ഹമീദ് പറഞ്ഞു. തുടർന്നാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ഹമാസിനെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് അനുഭാവം പ്രകടിപ്പിച്ച് ഒരു ഗൾഫ് നാടുകളിലും പ്രകടനം നടന്നിട്ടില്ല, നടത്താൻ അവർ അനുവദിക്കുന്നുമില്ല. ഇസ്രായേലിൽ വധിക്കപ്പെട്ട ഹമാസ് നേതാവിന്റെ കബറടക്കത്തിൽ പങ്കെടുക്കാൻ ഗൾഫ് നാടുകളിലെ ഭരണാധികാരികളും തയ്യാറായില്ല. അതായത് ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തോടുള്ള അനുഭാവത്തിനും ഗൾഫ് നാടുകളിൽ സ്ഥാനമില്ല എന്നർത്ഥം. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഗൾഫ് ഭരണാധികാരികൾ പൂർണ്ണ പിന്തുണയും നൽകുന്നു. അതേസമയം ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലണ്ടനിൽ 40,000-ലേറെ പേർ പങ്കെടുത്ത റാലി നടന്നു. ന്യൂയോർക്ക് സിറ്റി, വാഷിംഗ്ടൺ, പാരീസ്, ബെർലിൻ, റോം, മനില, മെക്സിക്കോ സിറ്റി, കേപ്പ് ടൗൺ, ജക്കാർത്ത, ടോക്കിയോ, സിഡ്നി തുടങ്ങിയ നഗരങ്ങളിലും പലസ്തീൻ അനുകൂല റാലികൾ നടന്നു. ഗാസയ്ക്കെതിരെ പ്രയോഗിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകുന്നത് ഉടൻ നിർത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ആവശ്യപ്പെട്ടു. അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ഇസ്രായേലിന് ഫ്രാൻസ് ആയുധം നൽകുന്നില്ലെന്നും ഫ്രഞ്ച് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മാക്രോ വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നിലപാട് അപമാനകരമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം ഹമാസുമായുള്ള യുദ്ധത്തിന്റെ 1-ാം വാർഷികം അടയാളപ്പെടുത്തിയ ഇന്നലെ ഗാസയിൽ ആകെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ 77 പേർ കൊല്ലപ്പെട്ടു. ലബനനിലും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. ടെല്ലവീവിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ളയും സായുധ സംഘത്തിന്റെ പ്രധാന സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടു. ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തെ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലും മധ്യനഗരമായ ടെല്ലവീവിന് സമീപമുള്ള സൈനിക താവളങ്ങളിലും മിസൈൽ ആക്രമണം നടത്തിയതായാണ് അവകാശവാദം. യമനിലെ ഹൂതികളും നഗരത്തിലെ 2 സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ തൊടുത്തതായി അവകാശപ്പെട്ടു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ലബനനിലെ മറ്റു സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ചയും ബോംബാക്രമണം തുടർന്നു. അവാലി നദിയുടെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശത്തുള്ളവർക്ക് പലായനം ചെയ്യാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.